നഗരത്തിൽ പല സ്ഥലങ്ങളിൽ ഈ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ടോയ്ലറ്റുകളൊന്നും തന്നെ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ കിഴക്കേക്കോട്ട ഇവിടെയൊക്കെ വന്നിറങ്ങുന്ന ആൾക്കാരുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുക. അത് എത്ര എണ്ണം ഉണ്ടെന്ന് ഇന്നും നാളെയായിട്ട് എണ്ണി കണക്കെടുത്തിട്ട് പുതിയതിപ്പോൾ വയ്ക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഉള്ളതിനെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ഇന്നലെ രാത്രി ആരംഭിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തെരുവുനായി പ്രശ്നം, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ നിരവധി വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ചർച്ചയല്ല, പക്ഷേ ഇനി ആക്ഷനിലേക്കാണ്. അതിൻ്റെ ചില കാര്യങ്ങളിൽ സംസ്ഥാന BJP അധ്യക്ഷനുമായിട്ട് സംസാരിച്ചു. പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അക്കാര്യത്തിൽ അദ്ദേഹം തന്നിട്ടുണ്ട്. ഇനി മറ്റുള്ള മേഖലയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു. 1 by 1 ആയിട്ട് നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് സാധ്യതകൾ തുറക്കുന്നതിലേക്കുള്ള തുടക്കമായിരിക്കും. പിന്നെ കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ ഉദ്യോഗസ്ഥരുമായി ചില കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് സ്മൂത്താക്കി കൊടുക്കണം. അതുപോലെ നികുതി അടയ്ക്കുന്നതിൽ നിന്ന് വരുമാന ചോർച്ച തടയുന്നതിൽ, അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ ഓരോ ദിവസവും തുരുമ്പെടുത്ത് പോവുകയാണ്. അതിന് നിയമപരമായിട്ട് ആവശ്യമില്ലാത്ത ഉപയോഗിക്കാത്ത വാഹനങ്ങൾ എങ്ങനെ ലേലം ചെയ്ത് കോർപ്പറേഷൻ മുതൽക്കൂട്ടാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ നമ്മുടെ നേരത്തെ തന്നെ പറഞ്ഞു, നമ്മുടെ കടകളൊക്കെ കുറിച്ച് റീടെൻഡർ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. 1 by 1 ആയിട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ്.